ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേലി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നുമില്ലെന്ന് വീഡിയോ വ്യക്തമാക്കുന്നു. ഖമേനിയുടെ വസതി തകർക്കപ്പെട്ടതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായും റിപ്പോർട്ടുകളുണ്ട്. ഖമേനി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അത് നേരത്തെ റെക്കോർഡ് ചെയ്ത ആയിരിക്കാമെന്ന് സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇസ്രയേലിൽ താമസിക്കുന്ന മലയാളികൾക്കിടയിൽ വലിയ ആശങ്കയില്ലെന്ന് അവിടെയുള്ള ഒരു മലയാളി വ്യക്തമാക്കുന്നു. ഇസ്രയേലിൻ്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിലുള്ള വിശ്വാസമാണ് ഇതിന് കാരണം. മുൻപ് ഇറാൻ നടത്തിയ ആക്രമണങ്ങളിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇറാൻ്റെ ആയുധശക്തിയെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകൾ പലതും അതിശയോക്തി കലർന്നതാണെന്ന് വീഡിയോയിൽ പറയുന്നു. ഇറാൻ്റെ പക്കലുള്ളത് പഴക്കമേറിയ യുദ്ധവിമാനങ്ങളും മിസൈലുകളുമാണെന്നും അവയെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് എളുപ്പമാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഇറാൻ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ തങ്ങളുടെ ഉന്നത നേതൃത്വത്തെ രക്ഷിക്കുവാനുള്ള ഒരു കവറിംഗ് ഫയർ മാത്രമാണെന്നും മാർച്ചോടെ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായേക്കാമെന്നും കരുതപ്പെടുന്നു. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇസ്രയേലി TV ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന് ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഖമേനി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക തന്നെ ചെയ്യും. ഖമേനിയുടെ വീട് പൂർണ്ണമായും തകർന്ന നിലയിലുള്ള ഉപഗ്രഹ ചിത്രങ്ങളും വീഡിയോകളും കണ്ടാൽ ആരും ഖമേനി ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കും. എന്നാൽ അദ്ദേഹം നേരത്തെ തന്നെ സുരക്ഷിത ഇടത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഇസ്രയേലിലെ മലയാളികൾ ധൈര്യപൂർവ്വം തന്നെ അവിടെ നിലകൊള്ളുകയാണ്. അയൺ ഡോം എന്ന രക്ഷാകവചം തങ്ങളെ സംരക്ഷിക്കുമെന്ന വ്യാമോഹം അവരിൽ ഉടലെടുത്തു കഴിഞ്ഞു. എന്നാൽ അയൺ ഡോമിൻ്റെ ദൗർബല്യം മനസ്സിലാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് ഇവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നതാണ് ഇത്തരത്തിലൊരു ചിന്താഗതി ഇവരിൽ ഉടലെടുക്കാൻ കാരണം. ഇറാൻ്റെ സൈനിക കരുത്തിനെക്കുറിച്ച് മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതല്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ്റെ പക്കലുള്ളത് 40-45 വർഷം പഴക്കമുള്ള യുദ്ധവിമാനങ്ങളാണെന്നും അത്യാധുനികമല്ലാത്ത മിസൈലുകളുമാണ്. ഇവയെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിയുമെന്നും വീഡിയോയിൽ പറയുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഇസ്രയേൽ അമേരിക്ക എന്ന വൻകിട ശക്തികളോട് പോരാടുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിരോധ ശേഷിയില്ലാത്ത ഒരു രാജ്യത്തിന് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നീക്കം അതല്ലെങ്കിൽ ഒരു വെല്ലുവിളി നടത്താൻ കഴിയില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇസ്രയേൽ ന്യൂസ് ചാനലുകൾ പുറത്തുവിടുന്ന വാർത്തകൾ വ്യാജം. ഖമേനി ഒരിക്കലും കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം തീർച്ചയായും ജീവനോടെ ഉണ്ടായിരിക്കുവാനാണ് സാധ്യത. കാരണം ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടാത്തതുകൊണ്ട് തീർച്ചയായും പരാജയം മുസ്ലിങ്ങൾക്ക് തന്നെ. ഇത് ഹദീസുകളിൽ വ്യക്തമാണ്. മുസ്ലിങ്ങൾ കരയും. ഗതിയില്ലാതെ ഇമാം മഹദി ഇനി വരുമോ എന്ന് സംശയിക്കപ്പെടുന്ന തരത്തിലേക്ക് ഇത് മാറും. ഹബീബായ തങ്ങൾ പറഞ്ഞ സത്യങ്ങൾ പുലരാൻ ഇതെല്ലാം ഭൂമിയിൽ നടന്നേ മതിയാകൂ. എന്ത് സംഭവിക്കും ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ ഹബീബിൻ്റെ വാക്കിൽ നിന്നും യാതൊരു പിഴവും സംഭവിക്കും എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതേണ്ടതില്ല.